നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ വേറൊന്നുമില്ല, നമ്മുടെ RRBയുടെ NTPC എക്സാം 2024 എത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ആരംഭിക്കുവാനുള്ള സമയമായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്തൊക്കെയാണ് RRB NTPC എക്സാമില് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് RRB NTPC സിലബസ്, എക്സാം പാറ്റേൺ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, എന്താ ഈ NTPC നമ്മൾ എല്ലാവരും കേൾക്കും അല്ലെ? എന്താ NTPC എന്ന് ചോദിച്ചാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, അതായത് നമ്മുടെ റെയിൽവേയിലുള്ള ടെക്നിക്കൽ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ NTPC എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ RRB തന്നെയാണ് NTPC എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് 2 സ്റ്റേജുകളിലാണ് നടക്കുന്നത്. അതിന് CBT 1 എന്നും CBT 2 എന്നും അറിയപ്പെടുന്നു. എന്താ CBT എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇതിനെ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 പാസ്സായ ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2ലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2 പ്രധാനപ്പെട്ട സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആയ CBT എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ CBT 1 എന്ന് പറയുന്ന സംഭവം പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ CBT 2ലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി CBT 2 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അതിനുശേഷം പ്രത്യേക മേഖലയിലേക്ക് ടൈപ്പിംഗ് സ്കില്ല് വേണമെന്ന് നമ്മുടെ RRB പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടൈപ്പിംഗ് സ്കില്ലിന്റെ ആവശ്യമുണ്ട്. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് ഈ ടൈപ്പിംഗ് സ്കില്ല് ആവശ്യമില്ലാത്ത ക്ലറിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റുകളിലേക്കുള്ളവർക്ക് ഡയറക്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും, എന്നാൽ അതല്ലാത്ത ടൈപ്പിംഗ് സ്കില്ല് വേണ്ട പോസ്റ്റുകളിലേക്ക് ടൈപ്പിംഗ് സ്കില്ലിന്റെയും കൂടി റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമേ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലോട്ട് RRB കടക്കുള്ളൂ. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട്, മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ എക്സാമിനേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാത്താണ്, നമ്മുടെ NTPC എക്സാമിനകത്ത്. ഇത്രയുമാണ് നമ്മുടെ RRB നടത്തുന്ന ഈ എക്സാമിന്റെ പ്രധാനപ്പെട്ട പാറ്റേൺ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, വളരെ സിമ്പിൾ ആണ്. NTPC എന്ന് വെച്ചാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ RRBയില് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ ജോലികളിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയാണ് NTPC എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് 2 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലാണ് നടക്കുന്നത്. ഒന്ന് CBT 1 അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. ഈ ടെസ്റ്റിനകത്ത് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2ലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം ഈ സ്കില്ല് വേണ്ട ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ടൈപ്പിംഗ് സ്കില്ല് അങ്ങനെയുള്ള സ്കില്ല് വേണ്ട ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നേരെ എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നു. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷനും കൂടെ ഉണ്ട്. ഇതൂടെ കഴിയുമ്പോഴത്തേക്കും അപ്പോയിന്റ്മെന്റ് ഓർഡർ എത്തുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്നാണ് കേട്ടോ. സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു RRB NTPC എക്സാമിൽ നോക്കാനുള്ളതെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാത്തമെറ്റിക്സ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മാത്തമെറ്റിക്സ് ആണ്. അതിനുശേഷം ജനറൽ അവയർനെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം GK എന്ന് പറയാം. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ GK, ജനറൽ നോളജ്, ഒത്തിരി പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റിസണിങ്, ജനറൽ ഇന്റലിജൻസും റിസണിങ്ങും നമുക്ക് പഠിക്കാനുണ്ടായതിനകത്താണ് നമ്മുടെ NTPC എക്സാമിനകത്ത്. അപ്പൊ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? മാത്തമെറ്റിക്സ് നന്നായിട്ട് പഠിക്കണം, ജനറൽ അവയർനെസ് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ GK നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റിസണിങ്ങും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് മോഡൽ ഓഫ് എക്സാം ആൻഡ് NTPC എക്സാം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു CBT ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോ അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ, കമ്പ്യൂട്ടർ എങ്ങനെയാണെന്നുള്ളതൊക്കെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓൺലൈൻ എക്സാമുകളൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. എങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേഡ് ഈ പറയുന്ന എക്സാമിന്റെ ഏത് രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് 1-2 മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഭയം അങ്ങ് മാറും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ PSC കണക്ക് ബബ്ലിംഗ് അല്ല, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതുപോലെ തന്നെയാണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ചോദിച്ചാൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. അത് CBT 1 CBT 2 120 ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ മൊത്തം എക്സാം ഡ്യൂറേഷൻ എത്രയാണ്? 90 മിനിറ്റ് ആണ്. CBT 1 100 ക്വസ്റ്റ്യനും CBT 2 120 ക്വസ്റ്റ്യനുമാണ്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് 3 ചോദ്യം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ PSCയുടെ സെയിം തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ
ഒരു ക്വസ്റ്റ്യന് 1/3 മാർക്ക് നഷ്ടപ്പെടുമെന്ന് അർത്ഥം. അപ്പോ 3 ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് നമ്മൾ നഷ്ടപ്പെടും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. മിക്കുള്ള സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, RRB എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്ന്. ഉണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എത്രയാണ്? 3 ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്ക് നേരെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം സുഹൃത്തുക്കളെ. നമുക്ക് വഴിയെ ഓരോന്നായിട്ട് പഠിച്ചു വരാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 90 മിനിറ്റ് ആണ്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ഇത് CBT 1ന്റെ കേസാണ് ഞാൻ പറയുന്നത്. CBT 1ന്റെ കേസിൽ എന്താണ് എക്സാം ഡ്യൂറേഷൻ എത്രയാ? 90 മിനിറ്റ് ആണ്. CBT 2-ലാണെങ്കിലും എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ സമയത്തില് യാതൊരു വ്യത്യാസവുമില്ല. ജനറൽ അവയർനെസ് 40 മാർക്ക്, അതായത് GK എത്ര മാർക്കിന് ചോദിക്കും? 40 മാർക്കിന് ചോദിക്കും. മാത്തമാറ്റിക്സ് 30 മാർക്കിന് ചോദിക്കും. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിന് ചോദിക്കും. അങ്ങനെ ടോട്ടല് 100 മാർക്കിന് ചോദിക്കും. അല്ലാതെ നമ്മുടെ ഇംഗ്ലീഷും മറ്റു അന്യഭാഷകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 40 മാർക്ക്, അഥവാ GK എന്ന് പറയുന്നത് 40 മാർക്കിന്. പ്യുവർ മാത്തമാറ്റിക്സ് 30 മാർക്കിന് ചോദിക്കും. പിന്നെ നമ്മുടെ റിസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റിസണിങ് എന്ന് പറയുന്ന സാധനം 30 മാർക്കിന് ചോദിക്കും. അതും മാത്സിന്റെ മറ്റൊരു വകഭേദമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് RRBയുടെ എക്സാമിന് എന്ന് പറയാൻ. കാരണം എത്രയാ? 60 മാർക്ക് മാത്സ് ബേസ്ഡ് കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിക്കണം? ജനറൽ അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ GK നമ്മൾ പഠിക്കണം. ഇനി നേരെ വന്നിട്ട് CBT 2-ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വ്യത്യാസം എന്തെന്ന് ചോദിച്ചാല് നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 100-ൽ നിന്നും 120 ആയിട്ട് മാറുന്നു. എന്നാൽ സമയത്തിന് വ്യത്യാസമില്ല. ഓർത്തു വെച്ചോളണം. CBT 2-ലേക്ക് നമ്മൾ ഇപ്പോൾ CBT 1 പാസ്സായി, CBT 2-ലേക്ക് കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 100-ൽ നിന്നും 120-ലേക്ക് മാറുന്നു. എന്നാൽ സമയത്തില് ഒരു വ്യത്യാസവും ഇല്ല. അതേ 90 മിനിറ്റ് തന്നെയാണ്. അവിടെ ജനറൽ അവയർനെസ് 40 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 50 ആണ്. മാത്തമാറ്റിക്സ് 30-ൽ നിന്നും 35 ആയിട്ട് മാറുന്നു. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും 30-ൽ നിന്നും 35 ആയിട്ട് മാറുന്നു. അങ്ങനെ മൊത്തം 120 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. അവിടെ ഈ മുമ്പന്തി നിൽക്കുന്നത് ആരാ? നമ്മുടെ മാത്സ് തന്നെയാണ്. കാരണം 70ഓളം ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും 50ഓളം ചോദ്യം മാത്രമേ എവിടെ നിന്ന് വരുന്നുള്ളൂ? നമ്മുടെ GKയിൽ നിന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് RRB നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് മാത്സ് നല്ല രീതിക്ക് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ജനറൽ അവയർനെസ്സും പഠിക്കാൻ ശ്രമിക്കുക. മാത്സിൽ നല്ല രീതിക്ക് നമ്മൾ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എക്സാം ടൈമിന് യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടിടത്തും എത്രയേ ഉള്ളൂ? 90 മിനിറ്റേ ഉള്ളൂ. പിന്നെ NTPC എക്സാം ക്ലിയർ ചെയ്തതിന്റെ ബേസിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ PSCക്കുള്ളിൽ നമ്മൾ വില്ലനായിട്ട് കരുതപ്പെടുന്ന ആരെയും ചോദിച്ചാൽ നെഗറ്റീവ് മാർക്കിങ്ങിനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ RRB പോലുള്ള എക്സാമുകൾക്ക് വില്ലനായിട്ട് വരുന്നത് ടൈമാണ് കേട്ടോ. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പറയുന്നത് എന്താണ്? നെഗറ്റീവ് അടിച്ച് എന്റെ മാർക്ക് മൊത്തം പോയി എന്നാണ്. എന്നാൽ RRB NTPC പരീക്ഷകൾ എഴുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, എല്ലാവരും പറയുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയും. കാരണം എന്താ? അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ RRB NTPC എക്സാമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വില്ലനായിട്ട് വരുന്നത് മൈനസ് അല്ല, ടൈം ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാല്, ഒന്നാമത് നമ്മുടെ മാതൃഭാഷയിൽ ക്വസ്റ്റ്യൻ കാണും. പക്ഷെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഇംഗ്ലീഷിൽ നിന്നും ഡയറക്റ്റ് മലയാളത്തിലോട്ട് അവർ എന്ത് ചെയ്യുന്നു? തർജിമ ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഇംഗ്ലീഷിനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മലയാളീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യൻ മലയാളീകരിച്ച് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് വായിച്ചെടുക്കാനുള്ള സമയം നമുക്ക് ഓൾറെഡി അവിടെ നഷ്ടമാവും. രണ്ടാമത്തത്, നമ്മൾ പഠിച്ചു വരുന്ന PSC രീതിയിലുള്ള ചോദ്യ രീതി അല്ല ഈ RRB NTPCയിൽ വരുന്നത്. അവരുടെ എക്സാമിന് പ്രത്യേക പാറ്റേൺ ഉണ്ട്. അവരുടെ മാത്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ പരീക്ഷ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ കൂടുതലും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തേണ്ടി വരും. നമ്മുടെ ക്ലാസ് ഫുള്ള് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേപ്പറും പേനയും ഇല്ലാതെ എങ്ങനെ ഉത്തരം എഴുതാം, ഇത് മാത്രമേ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ NTPC ക്ലാസ് അങ്ങ് ആരംഭിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുവാൻ പോകുന്നത് ബീജഗണിതം അഥവാ ആൽജിബ്രയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ RRBയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മാത്സ് മേഖലയിൽ നിന്നും ആൽജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം. ഏകദേശം 6 ചോദ്യം മുതൽ 18 ചോദ്യം വരെ നമ്മുടെ RRB ചോദിച്ച സമയമുണ്ടായിരുന്നു ആൽജിബ്രയിൽ നിന്ന് മാത്രം. ഓർത്തോളനെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽജിബ്രയിൽ നിന്നും 6 മുതൽ 18 ചോദ്യം വരെ നമ്മുടെ
RRB ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം ആൽജിബ്ര അഥവാ മലയാളത്തിലെ ബീജഗണിതം. എന്താണ് സുഹൃത്തുക്കളെ ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യക്ക് പകരം ഒരു ലെറ്റർ ഉപയോഗിച്ച് കണക്ക് ക്രിയകൾ ചെയ്യുന്നതിനെ ബീജഗണിതം എന്നറിയപ്പെടുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യക്ക് പകരം ഒരു ലെറ്റർ നമ്മൾ ഉപയോഗിച്ച് കണക്കു ക്രിയകൾ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബീജഗണിതം എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ചെയ്യുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. x+5 = 10 എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നു. ഇതിനകത്ത് എക്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലല്ലേ, എക്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എക്സ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഈ കിടക്കുന്ന 5 എന്ന് പറയുന്ന സംഖ്യനെ എങ്ങോട്ട് മാറ്റണം? 10ന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കിടക്കുന്ന സൈൻ ചിഹ്നം ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരുന്നത്. അതായത് അധികമാണെങ്കിൽ എന്തായിട്ട് മാറും? അത് മൈനസ് ആയിട്ട് മാറും. ഇനി ഗുണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഹരണമായിട്ട് മാറും. ഇനി ഹരിക്കുവാണെന്നുണ്ടെങ്കിലോ അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരും, ഗുണിക്കുക തന്നെ വരും. കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വരും? കൂട്ടേണ്ടി വരും കേട്ടോ. ഇത് നേരത്തെ നമ്മുടെ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പറയുന്നതാണ്. ഇതൊന്നും നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം എത്ര കിട്ടും? എക്സ് എന്ന് ചോദിച്ചാൽ 10. അവിടെ പ്ലസ് ആണ്, സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് ആയി. 10 - 5 എന്ന് പറയുന്ന എത്ര ഉത്തരം കിട്ടി? 5 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു സംഖ്യയാണോ ഉപയോഗിച്ചത്? അല്ല, പകരം എന്താ ഉപയോഗിച്ചത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു ലെറ്റർ ആണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. ഇങ്ങനെ സംഖ്യകൾക്ക് പകരം ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ക് ക്രിയകൾ ചെയ്യുവാൻ കഴിയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബീജഗണിതം എന്ന്. ഓക്കെയാണ്. ഇനി XY എന്നീ അക്ഷരങ്ങളാണ് സാധാരണ വ്യക്തമാകാത്ത സംഖ്യകളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ട്രഡീഷണലി പാരമ്പര്യമായിട്ട് ഇങ്ങനെ എക്സും വൈയും ഇസഡും എയും ബിയും സിയും ഒക്കെ ഇട്ട് വന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ അതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ എക്സ് വൈ ഇസഡും എ ബി സിയും മാത്രമേ ഉപയോഗിക്കാവുന്ന ഒരു നിയമവും ഇല്ല. എന്ത് ലെറ്റേഴ്സോ അല്ലെങ്കിൽ എന്ത് ചിഹ്നങ്ങൾ വേണോ നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിരിക്കുന്ന ബീജഗണിതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ട്രഡീഷണലി നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡും എ ബി സിയും ഒക്കെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാവർക്കും ബീജഗണിതം എന്തെന്ന് മനസ്സിലായല്ലോ. ഒരു സംഖ്യക്ക് പകരം ഒരു ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ കണക്ക് ക്രിയകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബീജഗണിതം എന്ന്. ഇനി നമുക്ക് നമ്മുടെ NTPC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ഇവിടെ നമ്മൾ വളരെ കോർ ലെവലിലോട്ട് എന്താണ് ബീജഗണിതം എന്നൊന്നും പറഞ്ഞു പോകുന്നില്ല. അതിന്റെ ആവശ്യവും നമുക്കില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഉത്തരത്തിലെത്താം എന്നുള്ള ഷോർട്ട് കട്ട് ട്രിക്കുകൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പേപ്പറും പേനയും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗം ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇഫ് x+1/x = 3 then find the value of x² + 1/x² എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. x+1/x = 3 then find the value of x² + 1/x². ഇത് ആദ്യം ഞാനൊന്ന് ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത് തരാം സുഹൃത്തുക്കളെ. അതിനുശേഷം നമുക്ക് ഷോർട്ട് കട്ടിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അല്ല, ഡയറക്റ്റ് മെത്തേഡ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല, പ്രത്യേകിച്ച് ഈ NTPC എക്സാമിന്. കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തു പോവാം. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. എപ്പോഴും നമ്മുടെ ബീജഗണിത ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ഒരു കണ്ടീഷൻ തന്നിരിക്കും. ആ കണ്ടീഷനാണ് ഇഫിന് ശേഷം വരുന്നത്. സെറ്റാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മുടെ ബീജഗണിതത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നാൽ ആദ്യം ഒരു കണ്ടീഷൻ തന്നിരിക്കും. ആ കണ്ടീഷൻ എപ്പോഴും ഇഫിന് ശേഷമായിരിക്കും വരുന്നത്. ഓക്കെ ആണ്. അപ്പോ ഇഫ് x+1/x = 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് x+1/x 3ക്ക് തുല്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ 3ന് തുല്യമാണ് എങ്കിൽ x² + 1/x² എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെറ്റാണ്. അപ്പൊ ഇഫിന് ശേഷം വരുന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് സാറ്റിസ്ഫൈഡ് ആയേ? കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായേ? അതിനുശേഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ചോദ്യം എപ്പോഴും വാല്യൂ ഓഫ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അതും നിങ്ങൾക്ക് കാണാം. x² + 1/x² എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഏതാണെന്നും കണ്ടീഷൻ ഏതാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്തു തുടങ്ങാമെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്, അല്ലെങ്കിൽ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്ന സുഹൃത്തുക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ.
സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും എന്റെ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ തന്നിരിക്കുന്ന ചോദ്യത്തിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരത്തിലേക്ക് എത്താം. കാര്യം എന്താ, എന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയറിനകത്ത് വരുന്ന ഒരു ഉത്തരമാണല്ലേ. ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് അതിനോടൊപ്പം 1 ആ സംഖ്യയുടെ സ്ക്വയർ എന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും എന്നാണ് എന്റെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യമുള്ളൂ, ഈ തന്നിരിക്കുന്ന കണ്ടീഷനെ എങ്ങനെയോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരൊറ്റ പോയിന്റ് എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ഈ എക്സിന്റെ മുകളിൽ സ്ക്വയർ കിടക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, എക്സിന്റെ മുകളിൽ സ്ക്വയർ കിടക്കുമെങ്കിൽ അപ്പോഴേ നമ്മളെ ഇഫിന് ശേഷം വരുന്ന കണ്ടീഷന്റെ സ്ക്വയർ എടുക്കണമെന്ന് ഓർത്താൽ മതി. എക്സിന്റെ മുകളിൽ സ്ക്വയർ ആണെങ്കിൽ കണ്ടീഷന്റെ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പൊ കണ്ടീഷൻ ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാണേ. എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ. അപ്പോഴല്ലേ ഇവിടെ സ്ക്വയർ ആയത്. ഓക്കെ ആയേ. ഇനി ഇടത് ഭാഗത്ത് അഥവാ LHS സൈഡിൽ നമ്മുടെ സമത്തിന്റെ ഇടത് ഭാഗത്ത് സ്ക്വയർ ഇട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സമത്തിന്റെ വലത് ഭാഗം അഥവാ RHS സൈഡിലും എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മൂന്നും എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവന്മാർ തമ്മിൽ അടിയാവത്തില്ലേ. ഇടത് ഭാഗത്ത് ഒരു സ്ക്വയർ നമ്മൾ കൊടുത്തു, അപ്പം ഇപ്പുറത്ത് വലത് ഭാഗത്തിരിക്കുന്നവൻ തമ്മിൽ അടിയാവൂല സുഹൃത്തുക്കളെ. അതുണ്ടാവാതിരിക്കാനായിട്ട്, അവന്മാര് തുല്യമായിട്ട് പോവാനായിട്ട് ഇടത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം സമത്തിന് വലത് ഭാഗത്തും ചെയ്തിരിക്കണം. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എനിക്ക് വന്നു എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് വന്നു. ഇനി ഈ എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ എന്ന് കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത്, അല്ലേ സുഹൃത്തുക്കളെ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ ഒരുപാട് അടിയെ കിട്ടി പഠിച്ചതാണ്, അല്ലേ. എന്താ അത്, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമ്മൾ പറയുന്നത്. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് അതിന്റെ എക്സ്പാൻഷൻ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ a എന്ന് പറയുന്നത് ആരായിരിക്കും, a എന്ന് പറയുന്നത് x ആയിരിക്കും. ഇതാ കിടക്കുന്ന a എന്ന് പറയുന്നത് x ആണ്. b എന്ന് പറയുന്നത് ആരാണ്, 1/x ആണ്, അല്ലെ. a എന്ന് പറയുന്നത് x ഉം b എന്ന് പറയുന്നത് ആരാണ്, 1/x ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എയുടെ സ്ഥാനത്തെല്ലാം x എന്നും ബിയുടെ സ്ഥാനത്തെല്ലാം 1/x എന്നും കൊടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം, a സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഗുണം എയുടെ സ്ഥാനത്ത് ആരാ വരുന്നത്, x ആണ് വരുന്നത്. ബിയുടെ സ്ഥാനത്ത് ആരാ വരുന്നത്, 1/x ആണ് വരുന്നത്. പ്ലസ് ബിയുടെ സ്ഥാനത്ത് ആരാ വരുന്നത്, 1/x ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആയേ. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾക്ക് മനസ്സിലായേ. വേറൊന്നുമില്ല, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മളിപ്പോ ഈ സ്ക്വയർ ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വന്നിരിക്കുന്നത്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ എന്താ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ സ്ഥാനത്ത് എനിക്ക് x എന്നും ബിയുടെ സ്ഥാനത്ത് എനിക്ക് 1/x എന്നും കൊടുക്കാം. അങ്ങനെ കൊടുത്തപ്പോ എന്റെ പുതിയ ഇക്വേഷൻ എങ്ങനെ കിട്ടി, x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 1/x പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് ലഭിച്ചു. ഈ ഈക്വൽ ടു 3ന്റെ സ്ക്വയറോടെ മറക്കരുത്, അത് അവിടെ അതുപോലെ തന്നെയുണ്ട്. ഇനി നമുക്ക് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാനുള്ള സുഹൃത്തുക്കളെ. എക്സും ക്യാൻസൽ ആവും. കാരണം എന്താ, ഇവിടെ ഗുണിച്ചിരിക്കുവാണ്. ഒരു എക്സ് എന്താണ്, 1ന് താഴെയാണ്, അല്ലെ. അവിടെ ഹരിച്ചിരിക്കുവാണ്. അപ്പൊ ഈ 2x നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി അവിടെ 2 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. 2 ഇൻറ്റു 1 എന്താണ്, 2 തന്നെയാണ്. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് നമ്പർ 2 അതുപോലെ അവിടെയുണ്ട്. എക്സും ക്യാൻസൽ ആയി പോയി. ഓക്കെ ആണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ 1ന്റെ സ്ക്വയർ എന്താ സുഹൃത്തുക്കളെ, 1 ആണ്. എക്സിന്റെ സ്ക്വയർ എന്താ സുഹൃത്തുക്കളെ, എക്സ് സ്ക്വയർ ആണ്, അല്ലെ. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. ഇതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഇതിലോട്ടൊന്നും നമ്മൾ പോകുന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു തന്നേ ഉള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/x സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഈ ഈക്വൽ ടു എന്താണ്, 3 സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ വെറുതെ ഒരു സംഖ്യ അടക്കുമല്ലേ 2, ഇവനെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ. ഇനി ഇവിടെ പ്ലസ് 2 ആണ്. ഞാൻ പറഞ്ഞു പ്ലസ് അല്ലെങ്കിൽ ഗുണനം എന്ന് പറയുന്നതിനൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഈക്വലിന് അപ്പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമത്തിന് അപ്പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ പ്ലസ് എന്തായിട്ട് മാറും, പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് മാറും. ഇനി ഗുണനമാണെങ്കിൽ എന്തായിട്ട് മാറും, അത് ഹരണമായിട്ട് മാറും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് തിരിച്ച് സംഭവിക്കും കേട്ടോ.
അതായത് മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും, ഹരണമാണെങ്കിൽ ഗുണനമായിട്ട് മാറും. അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ രണ്ടിന്റെ അടുത്ത് എന്താ കിടക്കുന്നത്, പ്ലസ് ആ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചാടി അങ്ങ് അപ്പുറത്ത് 3ന്റെ അടുത്തോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഈക്വൽ സൈൻ അപ്പുറം പോകുമ്പോഴത്തേക്കും അത് -2 ആയിട്ട് മാറും. ഇനി വേറൊന്നുമില്ല, 3 ഗുണം 3 എത്രയാ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ 3ന്റെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. 9ൽ നിന്ന് 2 കുറച്ച് നമുക്ക് എത്ര കിട്ടും സുഹൃത്തുക്കളെ, 7 നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണേ, സെറ്റ് ആണേ, വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഡയറക്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു തവണ സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റീവൈൻഡ് ചെയ്തെന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോ അത്രയും സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണേ. അപ്പോ നമ്മുടെ ഷോർട്ട് കട്ട് ട്രിക്കിലോട്ട് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇഫിന് ശേഷം x+1/x = ഒരു സംഖ്യ തന്നിരിക്കുന്നു എന്ന് ഉറപ്പാക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെറ്റ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നുള്ളത്, ഇഫിന് ശേഷം വന്നിരിക്കുന്നത് x+1/x = ഒരു സംഖ്യ തന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പറും ആയിക്കോട്ടെ. ചിലപ്പോഴൊക്കെ നമ്പർ NTPC ചോദിക്കാറുണ്ട്, ആ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സംഖ്യകളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സംഖ്യ എന്ന് പറഞ്ഞത്. ഒരു സംഖ്യയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ ആണ്. x+1/x = 3 നമ്മൾ സെറ്റായി. ഫസ്റ്റ് സെറ്റ് നമ്മൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, x²+1/x² നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നും നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സുഹൃത്തുക്കളെ, x²+1/x² എന്നുള്ള രീതിയിലാണോ ചോദ്യം കിടക്കുന്നതെന്നും നോക്കുക. സെറ്റായി. പ്രധാനപ്പെട്ട 2 കടമ്പകൾ നമ്മൾ കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ ആണ്. ഫസ്റ്റിൽ എന്താ നോക്കാനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് x+1/x = ഒരു സംഖ്യയാണോ എന്ന് നോക്കുക. അത് സെറ്റായി. രണ്ടാമത് എന്താ നോക്കാനുള്ളത്, തന്നിരിക്കുന്ന ചോദ്യം x²+1/x² എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കണ്ണും പൂട്ടി നമ്മുടെ ഈസി കോഡ് അങ്ങ് അപ്ലൈ ചെയ്യാം. കോഡ് അപ്ലൈ ചെയ്യാൻ ഒന്നുമില്ല സുഹൃത്തുക്കളെ, കോഡ് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. n² ± 2 ഇതാണ് നമ്മുടെ കോഡ്. n² ± 2 എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. കോഡ് മറക്കല്ലേ. കോഡ് എന്താണ്, n² ± 2 എന്നുള്ളതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ ആയി കഴിഞ്ഞാൽ ഈസി ആവും. എന്താ സ്റ്റെപ്പ് എന്ന് ചോദിച്ചാല്, n² കിട്ടുന്ന ഉത്തരത്തിനോട് +2 കൂട്ടണമോ -2 കൂട്ടണമോ എന്നുള്ളതായിരിക്കും ഇനി നമുക്ക് വരുന്ന കൺഫ്യൂഷൻ. അപ്പോ n² ± 2 വരെ നമ്മൾ എത്തി. അതുവരെ എത്താൻ സുഹൃത്തുക്കൾ എല്ലാവരും അറിയാലോ, വളരെ ഈസിയാണ്, ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ കണ്ടീഷനകത്ത് x+1/x = ഏതെങ്കിലും ഒരു സംഖ്യയാണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, x² +1/x² എന്നുള്ള ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കുക. അപ്പൊ ഓക്കെ, കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തോ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്തോ. അങ്ങനെ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, n² ± 2 നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ n² ശേഷം +2 കൊടുക്കണമോ -2 കൊടുക്കണമോ എന്നുള്ളത്. അതൊന്നുമില്ല സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുള്ള ക്ലൂ എവിടെ കിടപ്പുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. ആ ക്ലൂ എന്തെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ആ കീ എന്തെന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. എക്സിന് ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിൽ, എക്സിന് ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിലും, x² ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിലും, x² ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിലും, നമ്മുടെ n² നിന്നും എന്ത് ചെയ്യുക, -2 കുറയ്ക്കുക. അതായത് ചോദ്യത്തിലെ എക്സിന് ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിലും, നമ്മുടെ x² ശേഷം പ്ലസ് ആണ് വരുന്നതെങ്കിൽ, ഉറപ്പായിട്ടും n² നിന്നും 2 കുറയ്ക്കുകയാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഉത്തരത്തില് മൈനസ് ആണ് ചെയ്യാനുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സുഹൃത്തുക്കളെ, പഠിച്ചോളണേ. ഇനി എക്സിന് ശേഷം മൈനസ് ആണ് വരുന്നതെന്ന് കരുതുക, അതുപോലെ x² ശേഷവും മൈനസ് ആണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, x² ശേഷവും മൈനസ് വന്നിരിക്കുന്നു. എന്നാലും നമ്മുടെ ഉത്തരം എങ്ങനെ വരണം, മൈനസിലായിരിക്കണം വരേണ്ടത് കേട്ടോ, മൈനസിലായിരിക്കണം വരേണ്ടത്. അതായത് n² - 2 ആയിരിക്കണം നമ്മൾ ചെയ്യാനെന്നുള്ളത് സാരം കേട്ടോ സുഹൃത്തുക്കളെ. എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, x² ശേഷവും നമുക്ക് മൈനസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ നിന്ന് എന്ത് ചെയ്യണം, n² - 2 ആണ് ചെയ്യാനുള്ളത്, അതായത് മൈനസ് ആണ് ചെയ്യാനുള്ളത്. ഇനി ബൈ ചാൻസ് വേറൊരു കേസില് എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു,
ഈ എക്സ് സ്ക്വയറിന് ശേഷം മൈനസ് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ എന്താണ് പ്ലസ് ആണ് ചെയ്യാനുള്ളത്. അതിന്റെ അർത്ഥം എന്താണ് പ്ലസ് 2 ചെയ്യണം. എൻ സ്ക്വയർ പ്ലസ് 2 ആണ് ചെയ്യാനുള്ളത്. എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, എക്സ് സ്ക്വയറിന് ശേഷം മൈനസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എൻ സ്ക്വയർ പ്ലസ് 2 ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലസ് ആണ് ഉപയോഗിക്കാനുള്ളത്. ഇനി നേരെ തിരിച്ച് എക്സിന്റെ സ്ഥാനത്ത് മൈനസും എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് പ്ലസ് ആണ് കിടക്കുന്നതെന്ന് കരുതുക. അതായത് എക്സിന്റെ സ്ഥാനത്ത് എന്താണ് മൈനസ് കിടക്കുന്നു, എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താണ് പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനുള്ളത്, എൻ സ്ക്വയർ പ്ലസ് 2 തന്നെയാണ് ചെയ്യാനുള്ളത്. കണ്ടീഷൻ ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, എക്സിന് ശേഷം പ്ലസ് വരുന്നു, എക്സ് സ്ക്വയറിന് ശേഷം പ്ലസ് വരുന്നു, നമ്മുടെ ഉത്തരം മൈനസിലായിരിക്കണം. അതായത് -2 കുറയ്ക്കണമെന്ന് അർത്ഥം. അതുപോലെ തന്നെ എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, എക്സ് സ്ക്വയറിന് ശേഷവും മൈനസ് വന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം, മൈനസിലായിരിക്കണം. അതായത് -2 കുറയ്ക്കണമെന്ന് അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ എക്സിന് ശേഷം പ്ലസും എക്സ് സ്ക്വയറിന് ശേഷം മൈനസ് വന്നു കഴിഞ്ഞാൽ +2 ആണ്. അതായത് 2 കൂട്ടണം എന്നർത്ഥം. അതുപോലെ തന്നെ എക്സിന് ശേഷം മൈനസും എക്സ് സ്ക്വയറിന് ശേഷം പ്ലസുമാണ് വരുന്നതെങ്കിലും ഒന്നും നോക്കാനില്ല, +2 നമ്മൾ കൂട്ടുകയാണ് ചെയ്യാനുള്ളത്. ആരോടൊപ്പമാ, എൻ സ്ക്വയറിനോടൊപ്പം. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം സുഹൃത്തുക്കളെ. ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞതെന്ന്. ഓക്കെ ആണേ. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട് ട്രിക്ക് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം. അപ്പൊ ഒന്നുകൂടി സ്റ്റെപ്പുകളെല്ലാം ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. മനസ്സിലാവാത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക, ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, എന്റെ കണ്ടീഷൻ x+1/x=3 അല്ലെങ്കിൽ x+1/x= ഒരു സംഖ്യയാണോ എന്ന് നോക്കി, സംഖ്യയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, എന്റെ ഉത്തരം എന്ന് പറയുന്നത് x² + 1/x² എന്നുള്ള ഫോർമാറ്റിലാണ് വരേണ്ടതുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഉത്തരമാണോ കണ്ടുപിടിക്കാനുള്ളതെന്ന് ഞാൻ നോക്കി. അതും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കോഡ് എനിക്ക് ഉപയോഗിക്കാം. എന്റെ കോഡ് എന്താ സുഹൃത്തുക്കളെ, n² ± 2 എന്നാണ്. ഓക്കെ അല്ലേ? ഇനി എന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. n എന്ന് പറഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ, ഈ 3 ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ x+1/x ശേഷം വന്നിരിക്കുന്ന നമ്പരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റോ എന്ത് വേണമെങ്കിലും ആകാം, അതിനെയാണ് നമ്മൾ n ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ സമത്തിന് ശേഷം എന്താ തന്നിരിക്കുന്നത്, 3 തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ n എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തു, 3 ആയിട്ട് എടുത്തു. ഇനി ഞാൻ 3ന്റെ സ്ക്വയർ, അപ്പൊ 3 ഞാൻ അതുപോലെ എഴുതി, 3ന്റെ സ്ക്വയർ ആണ് അല്ലെ, n² ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് അതിന്റെ സ്ക്വയർ ചെയ്തു. ഇനി പ്ലസോ മൈനസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട്, പ്ലസ് ആണോ മൈനസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് നോക്കി. എക്സിന് ശേഷം വന്നിരിക്കുന്നു പ്ലസ്, എക്സ് സ്ക്വയറിന് ശേഷം വന്നിരിക്കുന്നു പ്ലസ്. അങ്ങനെ 2 പ്ലസുകൾ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അപ്പോഴേ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോ മൈനസ് സൈൻ ഇട്ടോ. ആരെഴുതി, 2നെ അതുപോലെ എഴുതി. സോ എന്റെ ഉത്തരം എത്രയാണ്, 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 - 2, എന്റെ ഉത്തരം ഈസി ആയിട്ട് എനിക്ക് കിട്ടി 7 എന്നുള്ളത്. എത്ര സ്റ്റെപ്പുകൾ ഞാൻ വെട്ടിക്കുറച്ച സുഹൃത്തുക്കളെ, വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിയത്. ഒന്നുകൂടെ സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് x+1/x=3 എന്നാണ്. അങ്ങനെയെങ്കിൽ x² + 1/x² കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ x+1/x=3 എന്നല്ലെങ്കിൽ ഒരു നമ്പർ ആണോ തന്നിരിക്കുന്നത് നോക്കുക. അതുപോലെ നമ്പറാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് x² + 1/x² ആണോ കണ്ടുപിടിക്കാനോ നോക്കുക. അത് തന്നെയാണ്. എങ്കിൽ നമുക്ക് ആ കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഡ് എന്താ, n² ± 2 എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറയുന്നത് നമ്മുടെ x+1/x ശേഷം വന്നിരിക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെയാണ്. ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 3 നമ്മൾ അതുപോലെ എഴുതി. 3² ഞാൻ എഴുതി. ഇനി എനിക്ക് പ്ലസോ മൈനസോ ആണ് ഇടാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടെത്താനുള്ളത്, എക്സിന് ശേഷം പ്ലസ് ആണ്, എക്സ് സ്ക്വയറിന് ശേഷവും പ്ലസ് ആണ്. അങ്ങനെ പ്ലസും പ്ലസും ചേർന്നാൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്താണ്, മൈനസ് ആവും. അതുകൊണ്ട് എന്റെ സൈൻ എന്താണ്, മൈനസ് ആണ്. ഇനി എത്രയാ എഴുതാനുള്ളത്, 2. അതുപോലെ ഞാൻ എഴുതി. 3ന്റെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. -2 അതുപോലെ എഴുതുക. 9 - 2 എത്രയാണ്, 7 ആണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. x+1/x = 5. Then find the value of x² + 1/x² ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതും കൂടെ ആകുമ്പോൾ സുഹൃത്തുക്കൾക്ക് നല്ല ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. സുഹൃത്തുക്കളെ, ആദ്യം നോക്കാനുള്ള എന്താ, കണ്ടീഷനകത്ത് x+1/x ശേഷം ഒരു സംഖ്യയാണോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ആണോ നോക്കി. ശരിയാണ്, ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ളത് x² + 1/x² ആണോ എന്ന് നോക്കി. അപ്പൊ ഉത്തരം അങ്ങനെ തന്നെയാണ് കണ്ടെത്താനുള്ളത്. അപ്പൊ നമുക്ക് ഇനി കണ്ണുമടച്ച് നമ്മുടെ കോഡങ്ങ് അപ്ലൈ ചെയ്യാം. നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ, n² ± 2 എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ആരെന്ന് ഞാൻ പറഞ്ഞിരുന്നു, x+1/x ശേഷം വരുന്ന നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കും അവിടുത്തെ n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ n ആരാ,
അത് 5 ആണ്. ഓക്കെ ആയേ? അപ്പൊ ഞാൻ എഴുതി 5ന്റെ സ്ക്വയർ. ഇനി പ്ലസോ മൈനസോ എന്ന് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സിന് ശേഷം വന്നിരിക്കുന്ന സൈൻ നോക്കി, പ്ലസ് സൈൻ ആണ്. എക്സ് സ്ക്വയറിന് ശേഷം വന്നിരിക്കുന്ന സൈൻ നോക്കി, അതും പ്ലസ് സൈൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരത്തിൽ എന്ത് വരണം? മൈനസ് സൈൻ വരണം. അതുകൊണ്ട് 5ന്റെ സ്ക്വയർ -2 അതുപോലെ എഴുതി. 5 ഗുണം 5 എത്രയാ? അല്ലെങ്കിൽ 5ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം 25 ആണ്. 25 - 2 എന്റെ ഉത്തരം എത്രയാണ്? 23. നമ്മുടെ ആൻസർ പക്ക കിട്ടി. ഒന്നുകൂടെ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ള എന്താണ്? നമ്മുടെ കണ്ടീഷൻ x+1/x = ഒരു നമ്പർ ആണോ എന്ന് നോക്കുക. അത് നോക്കി അതൊരു നമ്പറാണ്, സെറ്റായി. രണ്ടാമത്തത് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? x² + 1/x² ഉത്തരമാണോ നമുക്ക് ചോദിക്കുന്നതെന്ന് നോക്കുക. അപ്പൊ x+1/x² ഉത്തരമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? n² ± 2 എന്നാണ്. ഇതങ്ങ് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ n എന്ന് പറയുന്നത് എന്താണ്? x+1/x ശേഷം വരുന്ന നമ്പർ ആണ്. അപ്പൊ ഒരേ ഒരു നമ്പർ മാത്രമേ അവിടെ കാണുള്ളൂ കേട്ടോ. അത് എത്രയാണ്? 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ. ഇനി മൈനസോ പ്ലസ് ആണോ നമ്മൾ കൊടുക്കുവാണെന്നുള്ളത് അറിയാനായിട്ട് എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, x² ശേഷം പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം മൈനസിലായിരിക്കും. സോ 5ന്റെ സ്ക്വയർ -2 ആണ്. സോ നമുക്ക് 25 - 2 നമ്മുടെ ഉത്തരം എത്രയാണ്? 23 എന്ന് ലഭിക്കുന്നു. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് RRBയിൽ 1 മാർക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. If x + 1/x = 12, then find the value of x² + 1/x² ആണ്. നമ്മുടെ സ്റ്റെപ്പ് 1 നമുക്ക് ആവർത്തിക്കാം. തന്നിരിക്കുന്ന ഇഫിന് ശേഷം x + 1/x = ഒരു നമ്പർ ആണോ തന്നിരിക്കുന്നത്? അതേ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താനുള്ളത് x² + 1/x² ആണോ? അതെ, x² + 1/x² ആണ്. എങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? n² ±2 എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. അങ്ങനെയെങ്കിൽ n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. അത്രയും സെറ്റായി. അപ്പൊ ഞാൻ 12ന്റെ സ്ക്വയർ എഴുതി. ഇനി പ്ലസോ മൈനസോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? പ്ലസ് ആണ്. x² ശേഷം എന്താ വന്നിരിക്കുന്നത്? പ്ലസ് ആണ്. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് വരാനുള്ള എന്റെ കോഡില് മൈനസ് ആണ് വരാനുള്ളത്. അതുകൊണ്ട് 12ന്റെ സ്ക്വയർ -2. 12ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ? 144 ആണ് അല്ലേ? 144 - 2 എന്ന് പറയുമ്പോൾ 142 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം, ഒന്നുമില്ല. നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുക. ചോദ്യം എന്ന് പറയുന്നത് x + 1/x = ഒരു നമ്പർ ആണോ? ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത് എന്താണ്? x² + 1/x² ആണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? അതെ, രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നേരെ ഏതിലേക്കാ വരുന്നത്? നമ്മുടെ കോഡ് നമുക്ക് ഉപയോഗിക്കാം. n² ± 2 ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഏക സംഖ്യ ഏതായിരിക്കും അത് തന്നെയാണ്. ഇവിടെ 12 ആണ് തന്നിരിക്കുന്നത്. അപ്പോ 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ് അല്ലേ? ഇനി നമുക്ക് എന്താണ്? അത് മൈനസ് ആണോ പ്ലസ് ആണോ എന്നാണ് നോക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, x² ശേഷം പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ കോഡിൽ എന്ത് വരണം? മൈനസ് വരണം. അതുകൊണ്ട് 12ന്റെ സ്ക്വയർ -2 അത് 144 ആണ്. 12ന്റെ സ്ക്വയർ 144ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 140. ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ചോദ്യം കണ്ട് പേടിക്കുന്ന വേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കും. ഒരു ടെൻഷനും വേണ്ട. ഇത് നമ്മുടെ RRBയിലെ സ്ഥിരം ഒരു ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് RRB ഈ ക്വസ്റ്റ്യൻ എടുത്ത് അങ്ങ് ചോദിക്കും. അതുകൊണ്ട് ഇതങ്ങ് പഠിച്ചു വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്തു. x + 1/x = √5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു നമ്പരോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്ത് സാധനം ആയിക്കട്ടെ, അത് x + 1/x ശേഷം തന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത് x² + 1/x² ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതും സെറ്റായി. ഇനി ഒന്നും ചെയ്യാനില്ല സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. നമ്മുടെ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. n² ± 2 എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ആരാ? √5 ആണ്. ഓക്കെ, ഇനി സുഹൃത്തുക്കൾ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഏതൊരു നമ്പറിന്റെയും റൂട്ടിനകത്തുള്ള നമ്പറിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ നമുക്ക് ലഭിക്കും. മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ? അതായത് ഇപ്പൊ √10 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിട്ട് മാറും?
10 എന്ന് തന്നെ കിട്ടും. അതായത് റൂട്ട് കളഞ്ഞിട്ട് ആ റൂട്ടിനകത്തുള്ള സംഖ്യ എഴുതിയാൽ മതി, നമ്മുടെ ഉത്തരമാവും. ഇപ്പോൾ റൂട്ട് 1000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൂട്ട് 500 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1500 ആയിക്കോട്ടെ, അതിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞ ഒന്നുമില്ല, ആ റൂട്ട് കളയുക, സംഖ്യ അതുപോലെ എഴുതുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് പഠിക്കാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഏതൊരു റൂട്ടിനുള്ള സംഖ്യയുടെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത സുഹൃത്തുക്കളെ? ആ റൂട്ട് മാറ്റിയിട്ട് ആ സംഖ്യ അതുപോലെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ റൂട്ട് 5 നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 ലഭിക്കും അല്ലേ? അപ്പോൾ റൂട്ട് 5ന്റെ സ്ക്വയർ, ഇനി പ്ലസോ മൈനസ് എന്ന് അറിയാനായിട്ട് എക്സിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? പ്ലസ് വന്നിരിക്കുന്നു. എക്സ് സ്ക്വയറിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? എക്സ് വന്നിരിക്കുന്നു. എക്സ് സ്ക്വയറിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? പ്ലസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കോഡിലെ ചിഹ്നം എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ മൈനസ് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 2 കൊടുക്കാൻ പറ്റും. റൂട്ടിനുള്ളിൽ നിന്നും ഒരു സംഖ്യയെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? റൂട്ട് മാറ്റിയിട്ട് സംഖ്യ അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ 5 - 2 3 ഇവിടെ എന്റെ ഉത്തരം. സ്ഥിരം RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടത്. ആദ്യം ചെയ്യാനുള്ളത് എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു ഒരു നമ്പരോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. യെസ്, റൂട്ട് 5 എന്ന് പറഞ്ഞൊരെണ്ണം തന്നിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ രണ്ടാമത് എന്താ നോക്കാനുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഉത്തരമാണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാം. കോഡ് എന്താണ്? n² ± 2 എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാല് റൂട്ടിനുള്ളിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് റൂട്ട് മാറ്റിയിട്ട് ആ സംഖ്യ അതുപോലെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. സോ മൈനസോ വരാണെന്ന് നോക്കാനായിട്ട് എക്സിന്റെ അടുത്തുള്ളത് പ്ലസ് ആണ്, എക്സ് സ്ക്വയറിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? പ്ലസ് എന്നുള്ള സൈൻ ആണ്. അതുകൊണ്ട് എന്റെ ഉത്തരത്തിൽ വരാനുള്ള അല്ലെങ്കിൽ എന്റെ കോഡിൽ വരാനുള്ളത് മൈനസ് സൈൻ ആണ്. അപ്പോ 5 - 2 3 എന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് ലഭിച്ചു. ഇതും നമ്മുടെ RRBയുടെ ഒരു ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതും പറയാൻ പോകുന്നത്. ഇഫ് എക്സ് പ്ലസ് 1/x = m then find the value of x² + 1/x² എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 1/x = m. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു എക്സ് ഉണ്ടോ പ്ലസ് 1/x = ഒരു നമ്പറോ ഒരു ആൽഫബറ്റോ എന്തോ ആവട്ടെ തന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 1/x = m എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് എന്താ? x² + 1/x² ഉത്തരമാണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? അതെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഡ് എന്താണ്? n² ± 2 എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? അത് m ആണല്ലേ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ m ആണ്. അവിടെ ആൽഫബറ്റോ റൂട്ടിനുള്ളിലോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്പറോ സംഖ്യയോ പോയിന്റ് വാല്യൂ എന്തോ ആയിക്കോട്ടെ, അത് n ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അങ്ങനെയാണെങ്കിൽ n = എന്താണ്? ഇവിടെ m എന്ന് നമുക്ക് കിട്ടി. അപ്പോ n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് നമുക്ക് പറയാം? m² എന്ന് പറയാം. കാരണം എന്താ? ഇവിടെ n ആയിട്ടിരിക്കുന്ന ആരാ? m ആണ്. അതുകൊണ്ട് m² നമ്മൾ എഴുതി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വരുന്നത് നോക്കാനായിട്ട് എക്സിന് ശേഷം വന്നിരിക്കുന്നു പ്ലസ് ആണ്, അതുപോലെ x² ശേഷം വന്നിരിക്കുന്നത് പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ എന്റെ കോഡിൽ വരാനുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അങ്ങനെയെങ്കിൽ m² - 2 ആണ് എന്റെ ഉത്തരം. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടും. m² - 2 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എമ്മിന്റെ സ്ഥാനത്ത് പല വാല്യൂസ് ഇട്ട് നമ്മുടെ RRB അല്ലെങ്കിൽ പല ആൽഫബറ്റ് ഇട്ട് RRB ചോദിക്കുമെന്നേ ഉള്ളൂ. എക്സ് പ്ലസ് 1/x = m ആണ് എങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² + 1/x² ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. എക്സ് പ്ലസ് 1/x = ഒരു നമ്പരോ ഒരു സംഖ്യയോ തന്നിട്ടുണ്ടോ? ഉണ്ട്. അത് സെറ്റായി. ഇനി എന്താണ്? x² + 1/x² ആണോ കണ്ടുപിടിക്കാനെന്ന് നോക്കുക. അതും സെറ്റായി. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാൻ. നമ്മുടെ കോഡ് എന്താ? n² ± 2 എന്നാണ്. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ ആരാ? m ആണ്. അതുകൊണ്ട് m² നമ്മൾ എഴുതി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, x² ശേഷവും പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡിനകത്തുള്ള സൈൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കണം. അതുകൊണ്ട് m² - 2 നമ്മുടെ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. x - 1/x = 7 then find the value of x² + 1/x² ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം സുഹൃത്തുക്കളെ. x - 1/x = 7 then find the value of x² + 1/x² ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വ്യത്യാസം എന്താ? ഇത്ര നേരം എല്ലാം പ്ലസ് വന്നിരിക്കുന്നു, ഇവിടെ എന്താണ്? മൈനസും പ്ലസ് വന്നിരിക്കുന്ന ഒരു കളിയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സെയിം സ്റ്റെപ്പ് നോക്കാം. ആദ്യം എക്സ് മൈനസോ എക്സ് പ്ലസോ ആയിക്കോട്ടെ, എക്സ് പ്ലസോ എക്സ് മൈനസോ 1/x = ഒരു സംഖ്യ തന്നിട്ടുണ്ടോ? ഉണ്ട്.
അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x²ലോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1/x² ആയിക്കോട്ടെ, അങ്ങനെയാണോ കിടക്കുന്നത് നമ്മുടെ ചോദ്യം, അതും നമുക്ക് എന്തായി, സെറ്റായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കോഡ് അപ്ലൈ ചെയ്തോട് സുഹൃത്തുക്കളെ. കോഡ് എന്താ, n² ± 2 എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ആരാ, 7 ആണ്. അങ്ങനെയാണെങ്കിൽ n² എന്ന് പറഞ്ഞാൽ 7 ഇനി പ്ലസോ മൈനസോ എന്ന് നമുക്ക് നോക്കണം. എക്സിന് ശേഷം എന്താ വന്നിരിക്കുന്നത്, മൈനസ് ആണ്. x² ശേഷം എന്താ വന്നിരിക്കുന്നത്, പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കോഡിൽ വന്നിരിക്കേണ്ട സൈൻ എന്തായിരിക്കണം, പ്ലസ് ആയിരിക്കണം. എക്സിന് ശേഷം വന്നിരിക്കുന്ന കോഡ് മൈനസ് ആണ്, അതുപോലെ x² ശേഷം വന്നിരിക്കുന്ന കോഡ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കോഡിൽ വരാനുള്ള സൈൻ എന്തായിരിക്കണം, പ്ലസ് ആയിരിക്കണം. അപ്പോ 7² പ്ലസ് 2 ആണ്. 7² എത്രയാ സുഹൃത്തുക്കളെ, 49 ആണ്. 49 പ്ലസ് 2 51 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതും സുഹൃത്തുക്കൾ എന്ന് ഓർത്തു വെക്കുക. അപ്പോ ഇഫ് x മൈനസ് 1/x = 7 then find the value of x² plus 1/x² എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ കോഡ് ഉപയോഗിക്കാൻ പറ്റിയ പാറ്റേണിലാണോ ക്വസ്റ്റ്യൻ കിടക്കണമെന്ന് നോക്കുക. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, x ± 1/x = ഒരു സംഖ്യ തന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാ നോക്കുന്നത്, x² plus 1/x²ലാണോ നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് നോക്കുക. അതും നമുക്ക് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ n² ± 2 എന്ന് പറയുന്ന കോഡ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ n ആരാണ്, 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7² ആയി നമുക്ക് ലഭിച്ചു. അതിനുശേഷം നമുക്ക് ഇനി വരാനുള്ള സൈൻ ഏത് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, x² ശേഷം വന്നിരിക്കുന്ന സൈൻ പ്ലസ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ കോഡിൽ വരാനുള്ള സൈൻ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കണം. അപ്പോൾ 7² + 2 49 + 2 എന്ന് മാറും 51. നമ്മുടെ ഉത്തരം ലഭിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം സുഹൃത്തുക്കളെ. If x minus 1/x = 4 then find the value of x² plus 1/x² എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. If x minus 1/x = 4 then find the value of x² plus 1/x² എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത് എങ്ങനെയാ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, എക്സ് പ്ലസോ മൈനസോ ആവട്ടെ സൈൻ നോക്കണ്ട. 1/x = ഒരു നമ്പർ തന്നിട്ടുണ്ടോ, ഉണ്ട്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ x² plus 1/x² കണ്ടുപിടിക്കാനാണോ നോക്കുക. അതും കംപ്ലീറ്റ് ആയി. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോഡ് ഉപയോഗിക്കാം. n² ± 2 നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇനി ഇവിടെ n എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ 4 ആണ്. അപ്പൊ നമുക്കിവിടെ 4ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി പ്ലസ് ആണോ മൈനസ് സൈൻ ആണോ വരുന്നതെന്ന് അറിയാനായിട്ട് എക്സിന് ശേഷം ഏതാ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്, മൈനസ് ആണ്. x² ശേഷം ഏതാ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്, പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കോഡിൽ വരേണ്ട സൈൻ എന്താണ്, പ്ലസ് തന്നെയായിരിക്കും. ശ്രദ്ധിച്ചോളണേ, എക്സിന് ശേഷം വന്നിരിക്കുന്ന സൈൻ മൈനസ് ആണ്, x² ശേഷം വന്നിരിക്കുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കോഡിൽ വരാനുള്ള സൈൻ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് പ്ലസ് എഴുതി. 4² + 2 4ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ, 16 ആണ്. 16 + 2 അതിന്റെ ഉത്തരം എത്രയാണ്, 18 ആണ്. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് x minus 1/x = -1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² plus 1/x² ആണ്. ഇതും നമ്മുടെ RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളണേ. ഇഫ് x minus 1/x = -1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² plus 1/x² എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ എക്സ് ശേഷം ± 1/x = ഒരു സംഖ്യ തന്നിട്ടുണ്ടോ, മൈനസ് എന്നൊരു സംഖ്യ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ചോദ്യം x² plus 1/x² കണ്ടുപിടിക്കാനാണോ, അതെ. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 2 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാമേ. n² ± 2 ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ആരാ സുഹൃത്തുക്കളെ, -1 ആണ്. ഇനി ഇവിടെ വീണ്ടും നമ്മുടെ മാത്സിലെ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു നിയമത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏതൊരു മൈനസ് വാല്യൂ ഉള്ള സംഖ്യയെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. ഓർത്ത് വെച്ചോണേ. ഇപ്പൊ -2ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ -2 ഗുണം -2 നമുക്ക് എന്തായിരിക്കും, +4 ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. അപ്പോ മൈനസ് വാല്യൂവിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തിലായിരിക്കും, പോസിറ്റീവ് വാല്യൂവിലായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. മൈനസ് വാല്യൂവിലുള്ള ഏതൊരു സംഖ്യയിനും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തിലായിരിക്കും, പോസിറ്റീവ് വാല്യൂവിലായിരിക്കും. തെറ്റിപ്പോവരുത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് -10ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, +100 ആയിരിക്കും ലഭിക്കുന്നത്. -5ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് +25 ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ -1ന്റെ സ്ക്വയർ എടുത്താൽ എനിക്ക് എന്ത് ലഭിക്കും, +1 ആയിരിക്കും എനിക്ക് ലഭിക്കുന്നത്. ഓക്കെ ആണേ. അപ്പോ ഏതൊരു മൈനസ് വാല്യൂ ഉള്ള സംഖ്യയുടെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഉത്തരം എന്തായിരിക്കും, പ്ലസ് തന്നെ ആയിരിക്കും. അപ്പൊ -1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും,
+1 കിട്ടും. അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, 2 കൂട്ടുന്നു. എന്റെ ഉത്തരം 3 എനിക്ക് ലഭിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളൊക്കെ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. x-1/x =-1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² + 1/x² എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ x +or-1/x ഒരു നമ്പർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് അത് തന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മളത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് x² + 1/x² ആണോ എന്ന് നോക്കുക. അതും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് n² +or-2 എന്നുള്ള നമ്മുടെ കോഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ n എന്നുള്ളത് -1 ആണ്. മൈനസ് ഉള്ള ഏതൊരു സംഖ്യയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലസിലുള്ള വാല്യൂ ആയിരിക്കും. -1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ +1 ആയിരിക്കും. -2ന്റെ സ്ക്വയർ എടുത്താൽ +4 ആയിരിക്കും. -3യുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ +9 ആയിരിക്കും. -6ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ +36 ആയിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യും, മൈനസിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം പ്ലസിലായിരിക്കും. അങ്ങനെയെങ്കിൽ -1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, +1 ആയിരിക്കും അവിടെ ലഭിക്കുന്നത്. ഇനി അതിനുശേഷം വരുന്ന സൈൻ ഏതെന്ന് നോക്കാനായിട്ട് എക്സിന് ശേഷം മൈനസ് ആണ് വന്നിരിക്കുന്നത്, എക്സ് ശേഷം പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കോഡിൽ എന്താ ഉപയോഗിക്കാനുള്ളത്, പ്ലസ് സൈൻ ആണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോ 1 + 2 എന്റെ ഉത്തരം എന്തായി, 3 ആയി. ഇത്രയുമായിരുന്നു നമ്മുടെ ബീജഗണിതം ആൽജിബ്രയുടെ പാർട്ട് 1 പറഞ്ഞത്. ഇനി പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ ഉടനെ അപ്ലോഡ് ആവുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ ഒരു പുതിയ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.